മാനവിക സഞ്ചാരമാണ് അങ്ങവിടെ സപ്തഭാഷാ സംഗമ വേദിയായ കാസർഗോഡിൽ നിന്ന് യാത്ര തിരിച്ച് ഈ മാമല മണ്ണിന്റെ ഹൃദയ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇന്നിവിടെ കൽപ്പറ്റയിൽ എത്തിയിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ വയനാട്ടിലുള്ള നമ്മൾ ഒരു വേദനയുടെ പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുന്ന ഒരു മുഹൂർത്തമാണ്. മുണ്ടകയും ചൂരൽമലയും നമ്മുടെ മുമ്പിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. സമൂഹത്തിൽ ഒരു ഭാഗത്ത് എത്രത്തോളം പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ ആസുരതയുടെ ശക്തികൾ ശ്രമിക്കുന്നുവോ അത്രത്തോളം അതിനെതിരായിട്ടുള്ള സാമൂഹ്യ മണ്ഡലത്തെ നിർമ്മാണാത്മകമായി നിലനിർത്താനും പ്രതിരോധിക്കാനുമുള്ള ജനതയുടെ വിചാരവും ചിന്തയും അതിനനുസരിച്ച് ഉയർന്നു വരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുണ്ടകയും ചൂരൽമലയും നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ജാതിക്കപ്പുറം, മതത്തിനപ്പുറം, രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരുടെയും മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ വിചാരധാര തീർത്ത മഹാസംഗമമായിരുന്നു രക്ഷാപ്രവർത്തനം മുതൽ ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനത്തിന്റെയും ആധാരശീല എന്നുള്ളത്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഇവിടെ SYSന്റെ സാന്ത്വനത്തിന്റെ പ്രവർത്തകന്മാരുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന വേളയിലാണ് SYSന്റെ പ്രവർത്തകന്മാരുടെ കയ്യിലേക്ക് ജീവിച്ചിരിക്കുന്നവരാണോ മരിച്ചുപോയവരാണോ ഇനി കണ്ടെത്താനുള്ള 47 പേരിൽ ആരുടെയെങ്കിലുമാണോ എന്നുള്ളതറിയില്ല, ഒരു പിടി സ്വർണം കിട്ടിയ സമയത്ത് അത് അവിടെ വെച്ചുകൊണ്ട് തിരിച്ചേൽപ്പിക്കാൻ മാതൃകാപരമായി അതിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നേതൃത്വം കൊടുത്ത SYSന്റെ സാന്ത്വനത്തിന്റെ പ്രവർത്തകന്മാർ, നസീർ സാഹിബ് ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെയുണ്ട്. SYSന്റെ നേതൃത്വത്തിലാണ് ഈ ജാഥ അക്കീം ഉസ്താദിന്റെ നേതൃത്വത്തിൽ മനോഹരമായി വർണ്ണം ചാലിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്നു. നമ്മുടെ നാട് ഇന്ന് നടന്നു പോകുന്നതായിരിക്കുന്ന വഴികൾ, അതിന്റെ ഓരോ പ്രയാസകരമായ മേഖലകളും സാഹചര്യങ്ങളും, അതിൽ ചില വർത്തമാനങ്ങൾ, ചില ഇഴുകിച്ചേരലുകൾ, ചില സംസാരങ്ങൾ, ചില കൂടിച്ചേരലുകൾ, അവിടെ ഹൃദയത്തിന്റെ തുറക്കലും അവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടതായിരിക്കുന്ന പ്രവാഹത്തെ വീണ്ടും പുനഃക്രമീകരിച്ച് അതിന്റെ പ്രവാഹമാക്കി മാറ്റാനും ഇഴുകിച്ചേരാനുമുള്ള അവസരം സംജാതമാകുന്നു എന്നുള്ളതാണ് ഈ മാനവ സഞ്ചാരത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രതലം എന്നുള്ളത്. അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. സഹിഷ്ണുതയും സാർവലൗകിക സ്വീകാര്യതയുമാണ് ഈ രാജ്യത്തിന്റെ മഹത്തായ സന്ദേശം എന്ന് 1893 ചിക്കാഗോയിലെ ലോക സർവമത സമ്മേളനത്തിൽ ലോകത്തോട് വിളംബരം ചെയ്തത് സ്വാമി വിവേകാനന്ദനാണ്. രാജ്യത്തെ ഞാൻ കടന്നു വരുന്നത് അതുപോലെയുള്ള രാജ്യത്ത് നിന്നാണ് എന്ന് ലോകത്തോട് വിളംബരം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വെറുക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഏത് എന്ന് ചോദിച്ചാൽ അത് അസഹിഷ്ണുതയും വിഭാഗീയതയുമാണ് എന്ന് അവിടെ തീർത്തു പറയുന്ന സ്വാമി വിവേകാനന്ദന്റെ സന്ദേശമുണ്ട്. ആ സ്വാമിജിയെ ഉൾപ്പെടെ ഇന്ന് വിഭാഗീയതയുടെ വിത്തുപാകാൻ ഉപകരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലേക്ക് ചിന്തയെ വക്രീകരിച്ചു